കാശി റോഡിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞതും മാളു ഒരു വിജയച്ചിരിയോടെ ഇങ്ങോട്ട് നോക്കുന്നത് അവൾ കണ്ടു. മാളു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വേദനിപ്പിക്കാൻ ചെയ്യുന്നതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. കാശിയേട്ടൻ അവളോട് സ്വാഭാവികമായി ഇടപെട്ടതായിരിക്കാം. കാശിയേട്ടന് മുൻപ് അവളോട് ഇഷ്ടമുണ്ടായിരുന്നോ ഇല്ലയോ എന്നത് ഉറപ്പില്ല. പക്ഷേ ഭാര്യയെ നോക്കി നിർത്തിക്കൊണ്ട് കാമുകിയോട് സംസാരിക്കാനും മാത്രം കാശിയേട്ടൻ അധംപതിച്ചു എന്ന് തോന്നുന്നില്ല. പക്ഷേ തന്നോടുള്ള ദേഷ്യം, അതാണ് ഇപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ വേദനിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അവൾ തല കുടഞ്ഞുകൊണ്ട് ബാക്കി മുറ്റം അടിക്കാൻ തുടങ്ങി. മുറ്റം അടിച്ചു തീർന്നതിന് ശേഷമാണ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കണ്ട ജോലികളൊക്കെ ചെയ്തു തീർത്തു. പിന്നെ ഏട്ടനെ കാണുന്നത് പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. അപ്പോഴേക്കും അമ്മാവനും ഡൈനിങ് ടേബിളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ആഹാരം എടുത്തുകൊണ്ട് ടേബിളിലേക്ക് വെക്കാൻ അമ്മായിയുടെ ഒപ്പം കൂടി. വീണ വളരെ നേരത്തെ തന്നെ പോയിരുന്നു. ഏട്ടന്റെ പാത്രത്തിലേക്ക് കറി വിളമ്പിക്കൊടുക്കുമ്പോൾ അറിയാതെ കൈ വിറയ്ക്കാൻ തുടങ്ങി. അത് മനസ്സിലായിട്ടാവണം ആള് സ്വന്തമായി വിളമ്പി കഴിച്ചു തുടങ്ങി. വാ, മോളുകൂടി ഇവിടെ ഇരിക്കേ. അമ്മാവൻ പറഞ്ഞപ്പോൾ നോക്കിയത് അമ്മായിയുടെ മുഖത്തേക്കാണ്. അമ്മാവൻ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. അമ്മാവനെ ധിക്കരിക്കാൻ പണ്ടേ മടിയാണ്. അതിനാൽ തന്നെ ഒരു ദോശയും ഇത്തിരി ചമ്മന്തിയും എടുത്ത് ഒഴിഞ്ഞു കിടന്ന ഒരു ചെയറിലേക്കിരുന്നു. മോള് നന്നായി ക്ഷീണിച്ചു, ആഹാരം നന്നായി കഴിക്കണം. അമ്മാവൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അമ്മായിയുടെ കണ്ണിൽ അനിഷ്ടം തെളിഞ്ഞു കാണാം. എങ്കിലും അദ്ദേഹമുള്ളപ്പോൾ അവർ ഒന്നും പറയാൻ ധൈര്യപ്പെടില്ല. തൻ്റെ അമ്മയോട് അമ്മാവൻ അത്രയും ഇഷ്ടമായിരുന്നു എന്ന് അവൾ ഓർത്തു. ആ ഇഷ്ടമാണ് അദ്ദേഹം ഇന്നും തന്നോട് കാണിക്കുന്നത്. അത് താൻ അർഹിക്കുന്നില്ല എങ്കിൽ കൂടി. കാശി, നീ ഇന്ന് എവിടെ പോവുകയാണ്? കഴിക്കുന്നതിനിടയിൽ ഗംഗാധരൻ കാശിയെ നോക്കി ചോദിച്ചു. അതച്ഛാ, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അല്പം മടിയോടെയാണ് അവൻ മറുപടി പറഞ്ഞത്. എങ്കിലും ഗംഗാധരൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ അവൻ ഒരുക്കമായിരുന്നില്ല. മതിയാക്കിയ ശീലങ്ങളൊന്നും ഇനി തുടങ്ങരുത് കേട്ടോ. പറ്റുമെങ്കിൽ നീ മോളെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകണം. എത്ര ദിവസമായി ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നത്? അയാൾ ഇരുവരുടെയും മുഖത്ത് നോക്കിക്കൊണ്ടു പറഞ്ഞു. പോകാമച്ചാ, വൈകുന്നേരം വന്നിട്ട് പോകാം. കാശി ഭവ്യതയോടെ പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത്. അമ്മാവൻ വീടിൻ്റെ നെടുംതൂണാണ് എന്ന് അവൾക്ക് തോന്നി. എല്ലാവരെയും സ്നേഹം കൊണ്ട് അദ്ദേഹം ബന്ധിച്ചിരിക്കുകയാണ്. അനാവശ്യമായ വഴക്കുകളോ ഒച്ചപ്പാടോ ഒന്നും അമ്മാവനിൽ നിന്നുണ്ടാകാറില്ല. എങ്കിലും അമ്മായിക്കും ഏട്ടനും ഒന്നും അമ്മാവനെ എതിർക്കാനുള്ള ധൈര്യമില്ല. അമ്മാവൻ പറഞ്ഞിട്ടായിരിക്കുമോ കാശിയേട്ടൻ തന്നെ വിവാഹം കഴിച്ചത്? അവളുടെ ചിന്തകൾ ആ വഴി പാഞ്ഞു. ഇതുവരെയും ഏട്ടൻ അമ്മാവനെ എതിർക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ പന്തലിൽ വെച്ച് ഉറപ്പായും അമ്മാവൻ ഏട്ടനോട് തന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടാകണം. അവൾ അസ്വസ്ഥമായ മനസ്സോടെ വേഗം കഴിച്ചെഴുന്നേറ്റു. കാശിയുടെ ബൈക്ക് പുറത്തേക്ക് പോകുന്ന ശബ്ദം അവൾ കിച്ചണിൽ നിന്ന് തന്നെ കേട്ടു. അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ പണ്ട് അമ്മ യാത്ര അയക്കുന്നത് ചെറിയ ഓർമ്മയുണ്ട്. അത്രത്തോളം സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായിരുന്നു അവർ. അതിനാൽ തന്നെയാകണം അമ്മ പോയതിനു ശേഷം അച്ഛൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്. അമ്മയുടെ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ ഈറനായി. വീട്ടിൽ ഡൈനിങ് ടേബിളിൽ തലകുനിച്ചിരിക്കുകയായിരുന്നു വിവേക്. സമയം 8:45 ഇതുവരെയും ഗൗരി ഉറക്കം എഴുന്നേറ്റിട്ടില്ല. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ജാള്യത തോന്നി. എന്തെങ്കിലും ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയോട് സമയത്തും കാലത്തും എഴുന്നേറ്റ് അടുക്കളയിൽ കയറാൻ പറയണം. ഞാൻ അവളുടെ ജോലിക്കാരിയല്ല എന്ന് പറഞ്ഞു കൊടുക്ക്. എത്ര പിണക്കമാണെങ്കിലും എൻ്റെ മകന് ഞാൻ വെച്ചു വിളമ്പും. ഞാൻ ഇതുവരെയും മരുമകളായി അംഗീകരിക്കാത്ത അവൾക്ക് വെച്ചു വിളമ്പാൻ എന്നെക്കൊണ്ട് കഴിയില്ല. പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൻ വീണ്ടും തലയിൽ കൈ താങ്ങിയിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നാലുണ്ടാകുന്ന കോലാഹലങ്ങൾ ഓർക്കുകയായിരുന്നു അവൻ. അമ്മ പറഞ്ഞതിൽ തെല്ലും തെറ്റില്ല.
സുഖമില്ലാത്ത അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടാൽ പോലും അവൾ ഒരു കൈ സഹായം ചെയ്യില്ല. അച്ഛന് സ്വന്തം കൈകൊണ്ട് ആഹാരം കൊടുക്കണം എന്ന അമ്മയുടെ നിർബന്ധമാണ്. എന്നും 9 മണി കഴിഞ്ഞിട്ടാണ് അവൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ തിരികെ കയറി പോവുകയും ചെയ്യും. അവന് അവളോട് വഴക്ക് കൂടാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അവൻ അങ്ങനെയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ താഴേക്ക് ഇറങ്ങി വന്നു. കോഫി ഒഴിച്ച് വെക്കാറുള്ള ഫ്ലാസ്ക് നോക്കിയപ്പോൾ അത് കാലിയാണ്. അവൾ ദേഷ്യത്തോടെ അടുത്തിരുന്ന പാത്രം തുറന്നു നോക്കി. സാധാരണ അതിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? അവൾ അല്പം ശബ്ദത്തിൽ ചോദിച്ചു. നിനക്ക് 9 മണിക്ക് ഇറങ്ങി വരുമ്പോൾ ആഹാരം ഉണ്ടാക്കി വെക്കാൻ ഞാൻ നിന്റെ സർവൻ്റ് അല്ല. അകത്ത് കിച്ചണിൽ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. പോയി എന്ത് എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ. അവരുടെ ശബ്ദം ഉയർന്നതും അവളുടെ ദേഷ്യമെല്ലാം പമ്പ കടന്നു. എനിക്കുണ്ടാക്കാൻ ഒന്നും അറിയില്ല, അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ നാളെ മുതൽ 6:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് താഴേക്ക് വന്നാൽ മതി. എൻ്റെ കൂടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു തരണം. അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൾ ദേഷ്യത്തോടെ വിവേകിനെ നോക്കി. ഇതെന്താ വിവേക്, എന്നെ പട്ടിണിക്കിടുന്നത് നീ കാണുന്നില്ലേ? ഇതമ്മ മനഃപൂർവ്വം ദേഷ്യം തീർക്കുന്നതാണ്. അവൾ അവനെ കയ്യിലെടുക്കാൻ എന്നോണം സൗമ്യമായി പറഞ്ഞു. ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതല്ലേ അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ സഹായിക്കാൻ. എങ്കിൽ നിനക്ക് ഇത്രത്തോളം ജോലിയൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. എളുപ്പത്തിൽ അമ്മ നിന്നെ സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് അവരുടെ സ്നേഹമൊന്നും വേണ്ട, ഒരു അവജ്ഞ നിറഞ്ഞ ഭാവത്തിൽ അവൾ പറഞ്ഞു. ഗൗരി, അതെൻ്റെ അമ്മയാണ്. എൻ്റെ ജീവിതത്തിൽ അമ്മയെ എതിർത്ത് ഞാൻ എടുത്ത ഒരേ ഒരു തീരുമാനം നീ മാത്രമാണ്. അത് തെറ്റായിരുന്നു എന്ന് നീ തെളിയിക്കരുത്. അവൻ ശബ്ദമുയർത്തി പറഞ്ഞപ്പോൾ അവൾ പകച്ചുപോയി. അവൻ അമ്മയോടുള്ള സ്നേഹം അവൾക്ക് മനസ്സിലായി. അവനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് അവൾക്കറിയാം. സോറി വിവേക്, എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടിയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് തന്നെ മുഖത്തെ ഭാവം മാറ്റിക്കൊണ്ട് അവൾ സാധുവായി. ഗൗരി, അമ്മയെപ്പോലെ തന്നെ നീയും എനിക്ക് പ്രിയപ്പെട്ടവളാണ്. നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി മറ്റേയാളെ ഉപേക്ഷിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. മനസ്സിലായി വിവേക്, ഞാൻ ശ്രദ്ധിച്ചോളാം. പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് കയറി പോകുന്നവളെ വിവേക് ഒന്ന് നോക്കി. അമ്മയുടെ കൂടെ നിന്നാൽ ചിലപ്പോൾ അവളുടെ സ്വഭാവത്തിന് പല മാറ്റങ്ങളും വരും. പ്രണയിക്കുന്ന സമയത്ത് എല്ലാം അവൾ എന്ത് പാവമായിരുന്നു എന്നവൻ ഓർത്തു. വീണ കോളേജിൽ നിന്നും തിരികെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് ബൈക്കിൽ അതുവഴി വരുന്ന മഹേഷിനെ കണ്ടത്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. വിദഗ്ധമായി അതൊളിപ്പിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. വീണമോളെ, വീട്ടിലേക്ക് ഞാൻ ആക്കിത്തരാം. കയറണോ വേണ്ടയോ എന്നവൾ 2 വട്ടം ആലോചിച്ചു. കൂടെ ബൈക്കിൽ കയറുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എന്നെങ്കിലും തൻ്റെ ഉള്ളിലെ ഇഷ്ടം അറിയുമ്പോൾ ഈ ബന്ധത്തെ ദുരുപയോഗം ചെയ്തു എന്ന് തോന്നുമോ? ഇത്രയൊക്കെ ആലോചിക്കാനുണ്ടോ? കയറാതിരുന്നാൽ എന്തായാലും ഏട്ടന് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവൾ വേഗത്തിൽ പുറകിൽ കയറിയിരുന്നു. കുതിച്ചു ചാടുന്ന ഹൃദയത്തെ അടക്കാൻ അവൾ പാടുപെട്ടു. ബൈക്ക് വീടിന് മുന്നിലെത്തുന്നത് വരെയും അവൾ ഒരു സ്വപ്നലോകത്തിലായിരുന്നു എന്ന് പറയാം. വീടിന് മുന്നിലെത്തുമ്പോൾ മുന്നിൽ തന്നെ അമ്മ നിൽപ്പുണ്ട്. മഹേഷിനൊപ്പം ബൈക്കിൽ വന്നത് ഇഷ്ടമായില്ല എന്ന് അമ്മയുടെ മുഖത്തു നിന്നും അവൾ വായിച്ചെടുത്തു. കയറിയിരിക്കും മോനെ, ചായ എടുക്കാം. കാഞ്ചന മഹേഷിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. വേണ്ട ആൻറ്റി, ഇവൾ ഇങ്ങോട്ട് നടക്കുന്നത് കണ്ടപ്പോൾ കൊണ്ടാക്കിയതാ. എനിക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ട്. അവൻ യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുഖം മുറുകുന്നത് കണ്ടു. ഏട്ടൻ്റെ കൂട്ടുകാരനൊക്കെ തന്നെ. ഇനി ഇങ്ങനെ ബൈക്കിൽ കയറിയുള്ള വരവ് വേണ്ട കേട്ടോ വീണ. അവർ അവരുടെ ഉഗ്രരൂപം പുറത്തെടുത്തു. മഹേഷ് ഏട്ടൻ നല്ല ആളല്ലേ അമ്മേ? അമ്മയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അല്പം ഭയന്നുകൊണ്ട് അവൾ ചോദിച്ചു. നല്ല ആളൊക്കെ തന്നെ. എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് അവനെ ഇഷ്ടവുമാണ്. ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാൽ പിന്നെ അവരുടെയൊന്നും വായ അടയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പറഞ്ഞുകൊണ്ട് അവർ കയറിപ്പോയപ്പോൾ അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. അമ്മ കയറിപ്പോയതിന് ശേഷവും വീണ അങ്ങനെ തന്നെ നിന്നു. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? തൻ്റെ മനസ്സ് അറിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്നാണോ?
ഹാളിൽ നിന്ന് താരയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. പ്രക്ഷുബ്ധമായ മനസ്സ് ആരും അറിയാതെ അവൾ മറച്ചുവെച്ചു. താരയ്ക്ക് അവളുടെ ആ പോക്കിൽ എന്തോ പന്തികേട് തോന്നി. എപ്പോൾ കണ്ടാലും ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നവളാണ്. ഇന്നെന്തോ അവളുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്ന് അവൾക്ക് തോന്നി. അന്നത്തെ ദിവസം പതിവിലും ഒരുപാട് വൈകിയാണ് കാശി വന്നത്. എല്ലാവരും ഉറങ്ങിയിരുന്നതിനാൽ തന്നെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നിത്താര ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അവനെ കണ്ടപ്പോൾ തന്നെ എന്തോ പ്രത്യേകത അവൾക്ക് മനസ്സിലായി. അത് ശരിയായിരുന്നു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ ഗന്ധം കൊണ്ട് അവൾ മൂക്ക് ചുളിച്ചു. അവൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. മുന്നോട്ട് നടന്നപ്പോൾ ഒന്ന് വേച്ചുപോയ അവനെ അവൾ താങ്ങിപ്പിടിക്കാനായി ഓടിച്ചെന്നു. എന്നാൽ ആ കൈ അവൻ തട്ടിമാറ്റുകയാണ് ചെയ്തത്. എന്നെ ആരും പിടിക്കണ്ട, പ്രത്യേകിച്ച് നീ. പറഞ്ഞതിന് ശേഷം അവൻ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴും അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൾ. തന്നോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല എന്നതാണ് അതിനർത്ഥം. അവൾ മുറിയിൽ ചെല്ലുമ്പോൾ അവൻ വന്ന പാടെ കട്ടിലിൽ കയറി കിടപ്പുണ്ട്. വസ്ത്രം മാറുകയോ ഷൂസ് മാറ്റുകയോ ചെയ്തിട്ടില്ല. അവൾ ആ ഷൂസ് ഊരി മാറ്റിയതിന് ശേഷം അവനെ ഒരറ്റത്തേക്കൽപ്പം നീക്കിക്കിടത്തി. മറുവശത്തേക്ക് കയറി കിടക്കുമ്പോഴും അവളുടെ ചിന്തകൾ അവനെ പറ്റിയായിരുന്നു. ചെയ്ത തെറ്റുകളുടെ ഫലം ഒരു പെരുമ്പാമ്പിനെ പോലെ വലിഞ്ഞു മുറുകുന്നത് അവൾ അറിഞ്ഞു. ഉറങ്ങാതെ തന്നെ അവൾ കിടന്നു. കുറച്ചു കഴിഞ്ഞ് എന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ്റെ കൈയും കാലും തൻ്റെ ദേഹത്താണ് എന്ന് മനസ്സിലായത്. ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീട് അവൾ അങ്ങനെ തന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. അവൻ ഉണരുന്നതിന് മുൻപ് തന്നെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന് തല പൊട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. അറിയാതെ കുടിച്ചു പോയതാണ്. ഒരുപാട് നാളുകളായി നിർത്തിവെച്ചിരുന്നതാണ്. അവൻ 2 കൈകൾ കൊണ്ടും തല താങ്ങി കുനിഞ്ഞിരുന്നു. എത്രയോ നാളുകളായി മാറ്റിവെച്ചിരുന്ന ശീലമാണ്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടിക്ക് പോയതാണ്. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അറിയാതെ നിയന്ത്രണം വിട്ടുപോയി. താൻ ഇന്നലെ വന്നപ്പോൾ അവളാണ് വാതിൽ തുറന്നത് എന്ന് ആലോചിക്കും തോറും അവന് വല്ലാത്ത നാണക്കേട് തോന്നി. ഒപ്പം അവൾ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമോ എന്ന ഭയവും. മടിച്ചാണ് അവൻ അന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നതും. ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഡൈനിങ് ടേബിളിലിരുന്ന് ആഹാരം കഴിക്കുന്ന അച്ഛനെയാണ്. ഇന്നലെ മോളെയും കൊണ്ട് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട് നീ എന്താ കാശി ലേറ്റായത്? ഗംഗാധരൻ്റെ ചോദ്യം കേട്ടതും അവനൊന്ന് പകച്ചു. അത് ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഒരു ഫംഗ്ഷനായിരുന്നു അച്ഛാ. ഇറങ്ങിയപ്പോൾ ലേറ്റായി. അവൻ്റെ മുഖത്തെ ഭാവമാറ്റം അയാൾ വ്യക്തമായി മനസ്സിലാക്കി. നിർത്തിയ ശീലങ്ങളൊന്നും തുടങ്ങണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലേ? മോളെ, ഇവൻ താമസിച്ച് വന്നാൽ നീ എന്നെ വിളിക്കാതെ വാതിൽ തുറന്നു കൊടുക്കരുത് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റു പോയി. അവൾ അന്നത്തെ ദിവസം അവൻ്റെ മുന്നിൽ പെടാതെ മാറി നടന്നു. അവൻ്റെ ഉപബോധ മനസ്സിൽ പോലും തന്നോടുള്ള വെറുപ്പാണ് തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്നതിൽ അർത്ഥമില്ല. ഏറെ സമയം അടുക്കളയിൽ ചിലവഴിച്ചതിന് ശേഷം അവൾ തിരികെ ഹാളിലേക്ക് വരുമ്പോൾ കാശിയുടെ ഒപ്പം ഇരിക്കുന്ന മാളുവിനെ കണ്ടു. കയറി വന്നതുപോലെ തന്നെ തിരികെ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന അവളെ മാളു പുറകിൽ നിന്ന് വിളിച്ചു. ഒരു ഗ്ലാസ് വെള്ളം തരാമോ? വീട്ടിൽ വന്ന് കയറിയ ആളോട് മുഖം മുഷിഞ്ഞ് സംസാരിച്ച് ശീലമില്ലാത്തതിനാൽ തന്നെ അവൾ അകത്ത് കയറി വെള്ളമെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെള്ളം നീട്ടുമ്പോൾ കോർത്ത് പിടിച്ചിരിക്കുന്ന അവരുടെ കൈകളിലേക്ക് അവളുടെ നോട്ടം പോയി. കാശിയേട്ടൻ കൈ അയച്ചിട്ടിരിക്കുകയാണ്. ആളുടെ കൈത്തണ്ടയിൽ അവളാണ് ചുറ്റിപ്പിടിച്ചിരിക്കുന്നത്. വെള്ളം ടേബിളിൽ വെച്ച് അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു നടന്നു. എന്തോ ഒരു വേദന തന്നെ പൊതിയുന്നത് അവൾ അറിഞ്ഞു. എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചാലും കൺമുന്നിൽ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അവളുടെ ആ പോക്കിൽ കാശിക്ക് എന്തോ വല്ലായ്മ തോന്നി. അവൻ മാളു ബലമായി പിടിച്ചിരിക്കുന്ന കൈ അല്പം ബലം കൊടുത്ത് തന്നെ വലിച്ചെടുത്തു. അവൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുമോ എന്ന് അവന് സംശയം തോന്നി.
എത്രയൊക്കെ അവളെ ഇഷ്ടമല്ല എന്ന് വെച്ചിട്ടും മറ്റൊരു പെണ്ണിനെയും ചേർത്ത് ഒരു തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. താൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുള്ളിടത്തോളം കാലം ആ താലിയോട് കാശി നീതി പുലർത്തിയിരിക്കും. അവളുടെ മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടോ എന്ന് ചോദിച്ചറിയണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പിന്നെ അവൻ അവളെ കണ്ടതേയില്ല. വൈകുന്നേരം അവൻ എത്തിയപ്പോഴേക്കും തലവേദനയാണ് എന്ന് പറഞ്ഞവൾ കിടന്നിരുന്നു. അവൻ ഉറങ്ങിക്കിടക്കുന്നവളെ നോക്കി. അവളുടെ മൂക്കിൻ തുമ്പ് ചുവന്നിരിക്കുകയും കൺപോള വീർത്തിരിക്കുകയും ചെയ്തിരുന്നു. അവളുടെ കണ്ണുനീരിന് കാരണക്കാരൻ താനാണോ എന്ന് അവൻ ചിന്തിച്ചു. ദിവസങ്ങൾ ചെല്ലും തോറും ഗൗരിയുടെ സ്വഭാവത്തിൽ വിവേകാകെ വലഞ്ഞു. അമ്മയും അവളുമായുള്ള വഴക്കുകൾ പതിവായി. ആരുടെ ഭാഗം നിൽക്കണമെന്നറിയാതെ അവനും വലഞ്ഞു. കുടുംബത്തിന്റെ സ്വസ്ഥത തകരുന്നത് അവൻ തിരിച്ചറിഞ്ഞു. ഷോപ്പിങ്ങിന് എന്നു പറഞ്ഞു പോയാൽ അവൾ പൊട്ടിക്കുന്ന പൈസയ്ക്ക് ഒരു കണക്കുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നെങ്കിൽ കരച്ചിലാകും, അല്ലെങ്കിൽ വഴക്കാകും. അവളുമായുള്ള ജീവിതം പോലും അവനു മടുത്തു തുടങ്ങി. ഗൗരി, അവന്റെ വിളി കേട്ടതും അവൾ ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ വിവേക്? മുൻപൊക്കെ നീ എന്ത് പാവമായിരുന്നു, ഇപ്പോൾ എന്താ ഗൗരി നീ ഇങ്ങനെ? ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. ഇപ്പോൾ എൻ്റെ സ്വഭാവം മോശമാണെന്നാണോ ഉദ്ദേശിച്ചത്? അവൾ ചുണ്ടു പിളർത്തിക്കൊണ്ട് ചോദിച്ചു. സ്വഭാവം മോശമാണ് എന്നല്ല, നീ നിന്റെ പിടിവാശികൾ കുറയ്ക്കണം ഗൗരി. അമ്മ അത്ര പ്രശ്നക്കാരി ഒന്നുമല്ല. നീ അമ്മയോട് നല്ല സ്നേഹത്തിൽ നിന്നാൽ മതി. അവൻ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു എങ്കിലും അവനെ പിണക്കാതിരിക്കാൻ അത് പുറമേ കാണിച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ അവളുടെ അരികിലേക്ക് ചാഞ്ഞു വന്നപ്പോൾ അവളും തിരികെ അവനെ ചേർത്തു പിടിച്ചു. ഏറെ ദിവസമായി തന്നെ അവഗണിക്കുന്നവളെക്കുറിച്ച് മഹേഷിനോട് പറയുകയായിരുന്നു കാശി. എൻ്റെ കാശി, അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയേ പെരുമാറൂ. നീയും അവളുമായി നല്ല സ്നേഹത്തിലിരിക്കുന്ന സമയത്താണ് എങ്കിൽ കുഴപ്പമില്ല. ഭാര്യയ്ക്ക് കൊടുക്കാത്ത സ്നേഹം അയൽപക്കക്കാരിക്ക് കൊടുക്കുന്നത് കണ്ടാൽ ഏതെങ്കിലും ഭാര്യ സഹിക്കുമോ? മഹേഷിന്റെ വാക്കുകൾ കേട്ടപ്പോൾ കാശി തല ചൊറിഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. എടാ, ഞാൻ ആ അർത്ഥത്തിലല്ല. നിനക്കറിയില്ലേ എന്നെ? എനിക്ക് മാളു വീണയെപ്പോലെയാണ്. വീണയെയും അവളെയും ഞാൻ ഒരുമിച്ച് എടുത്ത് കൊണ്ടു നടന്ന് വളർത്തിയതല്ലേ. അവൻ്റെ മുഖം കണ്ടതും മഹേഷിന് ചിരി വന്നുപോയി. അവൾക്കതറിയില്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ചിലപ്പോൾ അവൾ തെറ്റിദ്ധരിച്ചേക്കാം. അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് തന്നെ അംഗീകരിക്കാത്തത് എന്നൊക്കെ ചിന്തിച്ചേക്കാം. അത് കേട്ടപ്പോഴാണ് കാശി അതൊക്കെ ചിന്തിക്കുന്നത് പോലും. അതിനുശേഷം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. എന്നെ കാണുമ്പോഴൊക്കെ അവൾ മാറിപ്പൊക്കളയും. ഞാൻ ചെല്ലുന്നതിന് മുന്നേ ഉറങ്ങും. മഹേഷ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്തിനാടാ ചിരിക്കുന്നത്? കാശിക്ക് ദേഷ്യം വന്നു തുടങ്ങി. അവളെ വേണ്ട എന്ന് പറഞ്ഞ് നടന്ന നീ എന്തിനാ അവളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിക്കുന്നത്? മഹേഷ് അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അവളോട് എനിക്ക് വെറുപ്പുണ്ടായിരുന്നു എന്നത് ശരിയാണ്. എങ്കിലും താലി കെട്ടിയതിന് ശേഷം ഞാൻ അത് കാണിച്ചിട്ടില്ല. അവളെ സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നില്ല. പക്ഷെ അവളെ മറന്ന് മറ്റൊരു പെണ്ണിൻ്റെയും പുറകെ ഞാൻ പോവില്ല. അല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കാശി ഒരു പാവമാണ് എന്ന കാര്യം മറ്റാരെക്കാളും നന്നായി മഹേഷിനറിയാം. നിന്റെ മനസ്സിൽ നീ അവളെ സ്വീകരിച്ചു കഴിഞ്ഞു കാശി. അത് കേട്ടതും കാശി ഒരു നിമിഷം നിശബ്ദനായിരുന്നു. അതെനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും മറ്റൊരു പെണ്ണിനെയും ചേർത്ത് ഒരു തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിൽ വളരാൻ പാടില്ല. അതിനുള്ള അവസരം നീ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഒരിക്കലും മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൊടുക്കരുത്. മഹേഷുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവനൊരു ഉന്മേഷം തോന്നി. ഏറെ ദിവസമായുള്ള കുറെ ആശങ്കകൾ ഒഴിഞ്ഞുപോയി. വീട്ടിലേക്ക് വരുമ്പോഴും അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. എന്നാൽ മുറിയിലെത്തിയ അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി.